എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാർട്ടിലേക്ക് സ്വാഗതം. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വർഷം, അതായത് 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന 2025 എങ്ങനെയാണ് ഈ വർഷഫലം? 2025 വർഷഫലമാണ് നമ്മൾ നോക്കുന്നത്. Knight of Pentacles, Page of Pentacles, Seven of Wands, Ace of Cups, Eight of Cups, Death card, Five of Wands, Six of Cups. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം എന്ന് പറയുന്നത് ഒത്തിരി കാര്യങ്ങളിൽ നിങ്ങൾക്ക് മാറ്റമുണ്ടാകുന്ന സമയമാണ്. ആദ്യം തന്നെ നൈറ്റ് ഓഫ് ഫോൺസ് അല്ലെങ്കിൽ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്. പേഴ്സണൽ ലൈഫിലാണെങ്കിലും ജോലി സംബന്ധമായിട്ട് കരിയറിലും ഒക്കെ ഒരു വളർച്ച ഉണ്ടാക്കുന്നുണ്ട്. അതൊരു പെട്ടെന്നുള്ളൊരു വളർച്ചയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വളർച്ച അല്ല, മറിച്ചൊരു സ്ലോ ഗ്രോത്ത് ആയിരിക്കും. പതുക്കെ പതുക്കെ ഉയരങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ പതുക്കെ പതുക്കെയുള്ള ഒരു ഉയർച്ച ആയതുകൊണ്ട് അതൊരു സ്റ്റഡി ഗ്രോത്ത് ആയിരിക്കും. അല്ലാണ്ട് ഇടയ്ക്ക് നഷ്ടങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ അങ്ങനെയുള്ള സാഹചര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ കരിയറിൽ പറയുകയാണെങ്കിൽ ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്ക് അടുത്തിടയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളുള്ളവരാണ്. അതായത് ജോലി നിങ്ങൾക്ക് ഇടയ്ക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാഹചര്യങ്ങൾ ജോലിയിൽ വന്നിട്ടുണ്ടാകും. അപ്പോൾ ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഒരു സാഹചര്യമായിരുന്നു അടുത്ത കാലം വരെ. എങ്കിൽ ഇനി അങ്ങോട്ടേക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജോലിയിൽ സന്തോഷം നിറഞ്ഞ സാഹചര്യം, ജോലിയിൽ നിങ്ങൾ സ്ഥിരമായിട്ടൊരു ജോലിയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ജോലിയിൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ, അതായത് ഒരേ സ്ഥലത്ത് തന്നെ സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നാളുകളായിട്ട് ആ ഇടയ്ക്ക് അങ്ങോട്ടേക്ക് അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് അങ്ങനെ ട്രാൻസ്ഫറോ അല്ലെങ്കിൽ മാറിപ്പോകേണ്ടി വരുന്ന സാഹചര്യം, ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അവരെ സംബന്ധിച്ച് ഈ ഒരു വർഷം എല്ലാ അർത്ഥത്തിലും നല്ലൊരു വർഷമാണ്. മുന്നോട്ടേക്കുള്ള വർഷങ്ങളിൽ ജോലി സ്ഥിരമായിട്ടുള്ള ഒരു ജോലി കാണിക്കുന്നുണ്ട്. ഇനി സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ അത് സംബന്ധിച്ചിട്ട് നല്ല ഒരു ഫലമാണ്. അപ്പോൾ ഒരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു ജോലി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നുണ്ട്. വളരെ സാമ്പത്തികമായിട്ടും അതുകൊണ്ട് തന്നെ നിലനിൽപ്പ് നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കാണിക്കുന്നു എന്ന് തന്നെ പറയാം. ഇവിടെ 8 ഓഫ് കപ്സ് എനർജി കൂടിയിട്ടാണ് ഇതോടൊപ്പം വന്നിരിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്ന പലരെ സംബന്ധിച്ച് മുന്നോട്ടേക്കാണ് പോകുന്നത്. ഒരു പക്ഷേ നിങ്ങളിപ്പോൾ ഉള്ള ഒരു ജോലിയിൽ നിന്ന് ഇത് കൂടുതലായിട്ടും ഈ ഒരു വർഷത്തിൽ തുടക്കുമ്പോൾ തന്നെ, അതായത് ജനുവരി മാസത്തിൽ തന്നെ നിങ്ങൾ പല കാര്യങ്ങളും തീരുമാനം എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മുന്നോട്ടേക്ക് ഈ ഒരു വർഷം തുടങ്ങുമ്പോൾ തന്നെ മുന്നോട്ടേക്കുള്ളൊരു യാത്രയാണ്. അപ്പോൾ ഒരു പക്ഷേ ചില ആളുകൾ വിദേശത്തേക്ക് പോകാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിദേശത്തേക്ക് പോകുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഈ ഒരു വർഷം തുടക്കത്തിൽ തന്നെ വിദേശയാത്ര സൂചിപ്പിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും വിട്ടകന്ന് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരിലും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. അപ്പോൾ നിങ്ങൾ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വിദേശത്തേക്ക് പോകുന്ന സാഹചര്യമാണ്. പിന്നീട് അങ്ങോട്ടേക്ക് സ്ഥിരമായിട്ട് ഒരേ ജോലിയിൽ തന്നെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, അതേപോലെ ഇപ്പോൾ പല പഴയ നിങ്ങളിൽ നിന്ന് പുതിയൊരാളിലേക്ക് നിങ്ങൾ മാറുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ തേടിയുള്ള യാത്രയാണ് അതവിടെ സൂചിപ്പിക്കുക. നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്കുള്ളൊരു വഴിത്തിരിവായിരിക്കും ഈ ഒരു വർഷക്കാലം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. വിദ്യാഭ്യാസപരമായിട്ട് നല്ലൊരു സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസപരമായിട്ട് ഒത്തിരി പഠിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് പഠനത്തിലൊക്കെയുള്ള തടസ്സങ്ങളൊക്കെ മാറി കിട്ടുന്നുണ്ട്. വിദ്യാഭ്യാസപരമായിട്ട് ഒത്തിരി വിവരങ്ങൾ കീഴടക്കാൻ പറ്റുന്ന സാഹചര്യം കൂടിയിട്ട് ഈ ഒരു വർഷക്കാലം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ നെക്സ്റ്റ് വന്നിട്ട് പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ഡെത്ത് കാർഡാണ് വന്നിരിക്കുന്നത്. സോ ഇത് ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു വർഷം എന്ന് പറയുന്നത് നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടുന്ന ഒരു സമയം എന്ന് പറയാം. അതിൽ തന്നെ ഇവിടെ
സാമ്പത്തികമായിട്ടൊരു പുതിയൊരു തുടക്കം എന്ന് തന്നെ പറയാവുന്ന സാഹചര്യമാകാം. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പുതിയൊരു സംരംഭമോ അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തോ ഒന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാകുന്ന എന്തോ ഒരു കാര്യം പുതിയതായിട്ട് തുടങ്ങുന്നു എന്നുള്ളത്. അപ്പോൾ ഒരു ബിസിനസ്സോ മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ഈ ഒരു ഇത് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളിനിയിപ്പോൾ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളവരാണെന്നില്ല, നിങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ബിസിനസ് ചെയ്യുന്നതായിരിക്കാം. അത് ഇനി വീട്ടമ്മമാരാണ്, പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്തിട്ടുള്ളവരാണ് എങ്കിൽ പോലും ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. നിങ്ങൾ ചെറിയ രീതിയിൽ ബിസിനസ് എന്ന് പറയുമ്പോൾ എല്ലാവരും ചില ആളുകളെങ്കിലും അതിന് പണം മുടക്കണം ആ ഒരു രീതിയിൽ എന്ന ചിന്തയിലേക്ക്, അതായത് വലിയൊരു ലെവലിലേക്കാണ് ആദ്യമേ തന്നെ കയറുന്നത്. അപ്പോൾ ഇപ്പോൾ വീട്ടമ്മമാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന, വലിയ പണം മുടക്കില്ലാതെ ചെയ്ത് ചെറിയ രീതിയിൽ, അതായത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്രോത്ത് ഉണ്ട്, പതുക്കെയുള്ള ഗ്രോത്താണ്. അപ്പോൾ നിങ്ങൾ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, എന്നിട്ട് അത് പതുക്കെ ഉയർന്നു വരുന്നു. അപ്പോൾ വലിയ രീതിയിൽ സാമ്പത്തിക ബാധ്യതയില്ലാതെ നല്ല നേട്ടം ഉണ്ടാകുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട്. അത് വീട്ടമ്മമാരെന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾ ഇതുവരെ ജോലിക്കൊന്നും പോവാത്ത സാഹചര്യത്തിലുള്ളവരാണെങ്കിലും ഇനിയിപ്പോൾ ജോലി ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും ഒക്കെ ഈ ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ഈ ഒരു വർഷം എന്ന് പറയുന്ന എല്ലാ അർത്ഥത്തിലും പുതിയൊരു നിങ്ങളെ സംബന്ധിച്ചൊരു പുനർജന്മമാണെന്ന് തന്നെ പറയാം. എല്ലാ സാഹചര്യത്തിലും എല്ലാ ജീവിതത്തിലും ഒരു പുനർജന്മം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ 8 of Cups എനർജി ഡെത്ത് കാർഡാണ്. അപ്പോൾ വിട്ട് കളയേണ്ടുന്ന പല കാര്യങ്ങളും കുറച്ച് നാളായിട്ട് നിങ്ങൾ മുറിച്ചു കളയേണ്ട ചില ബന്ധങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെ വച്ച് നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതൊക്കെ ഓൾറെഡി മുറിഞ്ഞു പോകേണ്ടുന്ന കാര്യങ്ങളാണ്, പക്ഷേ എന്തുകൊണ്ടൊക്കെയോ നിങ്ങൾ അതും വച്ച് കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അത് മുറിച്ച് കളയേണ്ടുന്ന ബന്ധങ്ങൾ അത് കയ്യിൽ പിടിച്ച് കാത്തു സൂക്ഷിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. കാരണം അത് അറ്റുപോകേണ്ട ബന്ധങ്ങളോ സാഹചര്യങ്ങളോ ഒക്കെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ 7 of Wands and 5 of Wands എനർജിയാണ്. കുറച്ച് സംഘർഷപരമായിട്ടുള്ള സാഹചര്യം ഉണ്ട്. അപ്പോൾ പറയുകയാണെങ്കിൽ ഈ ഒരു വർഷം ഇത് നിങ്ങൾക്ക് ശരിക്കും പോസിറ്റീവാണ്. മറ്റുള്ളവർ നിങ്ങളെ അനാവശ്യമായിട്ട് കുറ്റപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നിങ്ങളാണ് ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നിങ്ങളാണ് ഇതിന് മുന്നോട്ടേക്ക് നിങ്ങളെ തന്നെ നിങ്ങൾക്ക് ഞാൻ അങ്ങനെയല്ല, അല്ലെങ്കിൽ ഇതിന് കാരണക്കാരനല്ല, അല്ലെങ്കിൽ ഉത്തരവാദി ഞാനല്ല എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ തെളിയിക്കേണ്ടുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. നിങ്ങളെ മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. നീ കാരണമാണ്. ഇപ്പോൾ കുടുംബ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള സാഹചര്യത്തിൽ സുഹൃത്തുക്കളായിരിക്കും, അത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ജോലിയും ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടല്ല. ഇപ്പോൾ ജോലിയിലാണെങ്കിലും ചില സുഹൃത്തുക്കളുണ്ടെങ്കിൽ, കൊളീഗ്സോ അല്ലെങ്കിൽ വീട്ടിൽ ചില സാഹചര്യങ്ങളിലൊക്കെ നിങ്ങളെ തെറ്റിദ്ധരിക്കപ്പെടാനുള്ള ഒരു അവസ്ഥ ഈ ഒരു വർഷത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ആ ഒരു സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രതികരിക്കേണ്ടി വരുന്ന സാഹചര്യമാണ്. അപ്പോൾ ചില സമയങ്ങളിൽ നിങ്ങളുടെ സ്വപ്നങ്ങളെ തേടി നിങ്ങൾ പോകാൻ മുന്നോട്ടേക്ക് പറന്നുയരാൻ ആഗ്രഹിക്കുമ്പോൾ അത് മറ്റുള്ളവർക്കത് നിങ്ങൾ സ്വാർത്ഥരാകുകയാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള അപവാദങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ രീതിയിലൊക്കെ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ മാനിക്കുന്നത് നല്ലതാണ്, പക്ഷേ അവരുടെ അഭിപ്രായങ്ങളാണ് എല്ലാം എന്നുള്ള രീതിയിൽ മുന്നോട്ടേക്ക് പോകാതിരിക്കുക. ഏത് സാഹചര്യത്തിലും നിങ്ങളുടെ സ്വപ്നങ്ങൾ തേടി മുന്നോട്ടേക്ക് പോകുന്നത് ആര് തടയുകയാണെങ്കിലും അതിന് മുമ്പിൽ നിന്നു കൊടുത്താൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കില്ല. കാരണം ഒരു കാര്യത്തിൽ നമ്മൾ 5 പേരുണ്ടെങ്കിൽ 5 പേർക്ക് 5 അഭിപ്രായങ്ങളായിരിക്കും. പക്ഷേ എല്ലാവരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ട് ഒരു നല്ല തീരുമാനത്തിലേക്ക് പോവുക. തീരുമാനം പക്ഷേ നിങ്ങളായിരിക്കണം എടുക്കേണ്ടത് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. മറ്റുള്ളവർ നിങ്ങൾ സ്വാർത്ഥരായതുകൊണ്ടാണ് ഈ രീതിയിൽ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ തളർത്താൻ ശ്രമിച്ചാൽ അതുമായിട്ട് തളർന്നു പോയാൽ നിങ്ങൾ അവിടെ തന്നെ ഇരിക്കും. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ജീവിത വിജയം കൈവരിക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു നിയോഗമുണ്ട്, ഒരു സ്വപ്നമുണ്ട്, ആ സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് പോവുക എന്നുള്ളൊരു മെസ്സേജാണ്. അതേപോലെ 8 of Cups and 6 of Cups എനർജിയാണ്. ഇതേപോലെ തന്നെ ചില ആളുകൾ നിങ്ങളെ കുറ്റപ്പെടുത്തുകയും മറ്റും ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ചില ആളുകളും ഉണ്ടാവും. പുതിയ പുതിയ ബന്ധങ്ങൾ വരുന്നുണ്ട്. ചില ആളുകൾക്ക് വിവാഹമായിരിക്കും. ഇപ്പോൾ വിവാഹ ജീവിതം എന്ന് പറയുന്നത് വളരെ സംതൃപ്തമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കുന്ന വ്യക്തി നിങ്ങളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ നല്ല സൗഹൃദം നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സന്തോഷവും സംതൃപ്തിയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്.
ഏസ് ഓഫ് കപ്സ് എനർജി പുതിയ പുതിയ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് മാത്രമല്ല, നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കുകയാണ്. അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ സ്വീകരിക്കുന്നു. സെൽഫ് അക്സെപ്റ്റൻസ് ആണ്. സ്വയം സ്വീകരിക്കുക ആദ്യം, എങ്കിൽ മാത്രമാണ് സമൂഹം നിങ്ങളെ സ്വീകരിക്കുന്നുള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നു. മറ്റുള്ളവരുടെ അനാവശ്യമായിട്ടുള്ള മറ്റുള്ളവരുടെ വർത്തമാനങ്ങൾ കേട്ടിട്ട് വികാരധീനരാവാതെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിന്ന് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഭാവിയിലേക്ക് ഓർത്തെടുത്ത് വെക്കാൻ പറ്റുന്ന ഒരുപിടി നല്ല ഓർമ്മകൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് സൃഷ്ടിക്കാനായിട്ട്, നിങ്ങൾക്ക് ചുറ്റും സൃഷ്ടിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഈ ഒരു വർഷത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. 6 ഓഫ് കപ്സ് എനർജിയാണ്. പഴയ ചില ആളുകളുമായിട്ട് വീണ്ടും നല്ല നല്ല ചില വ്യക്തികളും പോസിറ്റീവായിട്ടുള്ള ആളുകളും ഒക്കെ ആയിട്ട് വീണ്ടും നല്ലൊരു ബന്ധത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഇതിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി സന്തോഷം തരുന്ന പല കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. കൊച്ചു കൊച്ചു വിഷമങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രതികരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.